ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് നമ്മൾ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് റോഡ് റീലുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് മീനുകളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ പണി സാധനങ്ങൾ, നമുക്ക് കിട്ടിയ മീനുകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പണി സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ഐറ്റം പരിചയപ്പെടാം. ഒന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷേക്സ്പിയറിൻ്റെ വൈൽഡ് കാറ്റാണ് റോഡ് വരുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റീല് വരുന്നതെന്ന് പറഞ്ഞാൽ ഷിമാനോ 4000 ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു റീലാണ് നമ്മൾ ഉപയോഗിച്ചിട്ട്. അത്യാവശ്യം നമ്മൾ ഒരുപാട് മീനിനെ വലിച്ച് കയറ്റിയിട്ടുള്ളൊരു റോഡും റീലും തന്നെയാണ്. ഇനി അടുത്ത സെറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പെലാജിക് ട്രൈബിൻ്റെ റോഡാണ്. അത്യാവശ്യം നല്ലൊരു റോഡാണ്. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന റീല് വരുന്നത് സ്വീറ്റ് ഫയറിൻ്റെ 4000 ആണ്. ഇതും അത്യാവശ്യം നല്ലൊരു റോഡ് റീലുമാണ്. നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടുള്ള റോഡ് റീലുമാണ്. നമ്മൾ ഒരുപാട് മീനിനെ വലിച്ച് കയറിയൊക്കെ കയറ്റിയിട്ടുള്ള റോഡ് റീലും തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫൈൻ ഫയറിൻ്റെ ഒരു റോഡാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷിമാനോ 4000 റീല് തന്നെയാണ്. അപ്പോൾ ഇതിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റീല് വരുന്നത് ഷിമാനോ 4000 തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു റോഡ് റീലുമാണ്. നമ്മൾ അത്യാവശ്യം ഒരുപാട് മീനിനെ വലിച്ചു കയറ്റിയിട്ടുള്ള റോഡ് റീലുമാണ്. ഇനി നമ്മുടെ ബാക്കിയുള്ള പണിസാധനങ്ങൾ കൂടി ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് കിട്ടിയ കുറച്ച് മീനുകളെ കൂടി കാണാം. ഇനി ഈ കാണുന്നത് 2 പോൾ റോഡാണ്. 2 3 ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കരിമീൻ അതുപോലുള്ള ഐറ്റമൊക്കെ പിടിക്കാനായിട്ട് സൈഡിൽ നിന്ന് പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് 6 അടി ഉണ്ട്, 9 അടി ഉണ്ട്. അത് 3 ഉണ്ട് കയ്യിൽ. ഇനി ഈ കാണുന്നത് പോൾ റോഡിൽ ഉപയോഗിക്കുന്ന ടങ്കീസും അതിൻ്റെ ഈയക്കട്ടെ പൊങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്തത് നമ്മുടെ ഒരു നൈഫുണ്ട്, പിന്നെ ഒരു ചെറിയ കട്ടറുണ്ട്. അത് നമ്മുടെ ഈ വറ്റയൊക്കെ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളുത്ത് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പല സൈസുള്ള കൊളുത്തുകളുണ്ട്. ഓരോ ചെറിയ ഡപ്പക്കകത്താക്കി അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പല വലിപ്പത്തിലുള്ളതുണ്ട്. പിന്നെ ഇത് കരിമീൻ പോലുള്ള ഇത് പിടിക്കുന്ന തീരെ ചെറുതാണ്. പിന്നെ അതിൻ്റെ വലുതുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ ട്രിപ്പിൾ ഹുക്ക് ഇട്ടുന്ന ഓരോ ഡപ്പിക്കകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ സ്പൈഡറൊക്കെ എറിഞ്ഞിട്ട് കഴിയുമ്പോൾ മറ്റേ ബെല്ലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഉപകാരമുള്ള സാധനമാണ്. നമ്മൾ സ്പൈഡർ ഹുക്കൊക്കെ എറിഞ്ഞിട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ക്ഷമ വേണം. അപ്പോൾ അത് നമ്മൾ ബെല്ല് വെച്ചിട്ട് മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്ത ഐറ്റം വരുന്നത് ഫ്രോഗാണ്. ഇത് നമ്മൾ നാടൻ വരാൽ അതൊക്കെ പിടിക്കാൻ, ചെറുമീൻ അതൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഫ്രോഗാണ്. അത്യാവശ്യം നമുക്ക് നാടൻ വരാലൊക്കെ നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോഗാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത പോപ്പപ്പാണ്. നമ്മൾ ചെരുപ്പ് കൊണ്ട് ഇതുപോലെ യൂട്യൂബിൽ കണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടില്ല. യൂട്യൂബിൽ കണ്ടപ്പോൾ നല്ല റിസൾട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വലിയ റിസൾട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇത് പോൾ റോഡിൽ ഉപയോഗിക്കുന്ന പൊങ്ങാണ്. ഇത് നല്ല ഉപകാരമുള്ള സാധനമാണ്. പെട്ടെന്ന് നമുക്ക് കരിമീനൊക്കെ കൊത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒഴുക്കുള്ള വെള്ളത്തിലൊക്കെ ഇത്തിരി പെട്ടെന്ന് താന്നു പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഈയക്കട്ടകളാണ്. ഈ കരിമീൻ, കൂരി അതുപോലുള്ള മീനൊക്കെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈയക്കട്ടകളാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്പൂൺ ലൂറാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഇതുവരെയും ഇതുമേലൊരു മീൻ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ചുമ്മാ ഭംഗിക്ക് നമ്മളിങ്ങനെ നമ്മുടെ ബോക്സിനകത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. എന്തെങ്കിലും അത്യാവശ്യം വരുമായിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിമ്പാണ്. ഇതിനും ഈ പറഞ്ഞ പോലെ വലിയ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് വരെ ഒരു മീൻ പോലും ഇതുമേ കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്ന ചെറിയൊരു ലൂറാണ്. അപ്പോൾ ഇതുമേ നമുക്ക് അത്യാവശ്യം ഈ പരല്, കണ്ണി അങ്ങനെയുള്ള മീനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ലൂറാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റിസൾട്ടുള്ള ലൂറാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കടലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. നല്ല ലോങ് കാസ്റ്റ് കിട്ടും. പക്ഷേ ഇതുമേലും ഈ പറഞ്ഞ പോലെ കുഞ്ഞു മീനല്ലാണ്ട് വലിയ മീനൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് വാട്ടർ ലൂറാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റിസൾട്ടുള്ളതാണ്. അത്യാവശ്യം കുറച്ച് മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റി ഉണ്ട്. 10-15 ഉണ്ടായിരുന്നു. ഓരോ കൂട്ടുകാരൊക്കെ കുറേ കൊണ്ടുപോയി. പിന്നെ കുറച്ച് വെള്ളത്തിൽ ഇറങ്ങിയാൽ കാണുമ്പോൾ 2-3 സെറ്റ് എടുത്തതാണ്. ഒരു സെറ്റിൽ 10 പീസാണ് വരുന്നത്. ഇത് നമ്മൾ 3-4 സെറ്റ് എടുത്തതാണ്. കുറേയൊക്കെ ഇതുപോലെ വെള്ളത്തിൽ എറിഞ്ഞ് തന്നെ പോകും. പിന്നെ ഇതിൻ്റെ കൊളുത്തിന് അത്ര വലിയ പവറൊന്നുമില്ല. ആഞ്ഞൊരു വലിച്ച് കഴിഞ്ഞാൽ വളഞ്ഞു പോകുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കുറ്റിയാണ്. സ്പൈഡറൊക്കെ എറിഞ്ഞ് കഴിയുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന കുറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈഡറാണ്. ഇത് കുറേയൊക്കെ നമ്മൾ തന്നെ കെട്ടിയെടുത്തതാണ്. കുറേ മേടിച്ചതുകൊണ്ട് അപ്പോൾ അത് കുറച്ചധികം കിടപ്പുണ്ട്. ഇനി നമുക്ക് കിട്ടിയ മീനുകളെയൊക്കെ ഒന്ന് കാണാം. നമുക്ക് കിട്ടിയ കുറച്ച് മീനുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
കാണുമ്പോ കുഞ്ഞാണെന്ന് തോന്നുന്നു. തിരിഞ്ഞു നോക്കിയാൽ വീഡിയോ കൂടി കൊടുക്കരുത്. വീഡിയോ എടുക്കണ്ട വേണ്ടത്. ഇത് കാണിക്കുമ്പോ നമ്മള് പേര് കാണിക്കണം. കല്ലിട്ട കറി പൊക്കിത്തീരാ. മര്യാദക്കുള്ള ഇനി ഞങ്ങളെ പിടിച്ചിങ്ങോട്ട് എടുത്തു കൈ നോക്കണേ. അങ്ങനെ പൊങ്ങിപ്പോരും. ആ കൈ കൊണ്ട് പൊക്കണ അങ്ങനെ പിടിക്കല. കൈ ഉടക്കി കയറുന്നു. തിരിച്ചു വാലടിക്കല്ലേ? ഇടലും കേട്ടോ മീനിട്ടുള്ള ഇടത്തില്ല. എടുത്താ തിരിച്ചു വാലടിക്കല്ലേ? ഇടലും കേട്ടോ മീനിട്ടുള്ള ഇടത്തില്ല. എടുത്താ മതി. 1.5 കിലോ ആണല്ലോ. വെയിറ്റ് കേട്ടോ. 1.5 കിലോ വേണം. തീയാണെങ്കിൽ സൈഡിലോട്ട് തിരിച്ചോളാം. എന്നാ വെള്ളത്തിൽ നിന്ന് കാര്യാക്കൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.